കുട്ടികൾ രാത്രിയിൽ അറിയാതെ ബെഡിൽ മൂത്രമൊഴിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ അതവർക്ക് ഭയങ്കര ഷെയിമും സങ്കടമൊക്കെയാണ്. എപ്പോഴെങ്കിലും സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കസിൻസിൻ്റെ വീട്ടിൽ ഒന്ന് പോയിട്ട് സ്റ്റേ ഓവർ ചെയ്യാം, അന്ന് രാത്രി അവിടെ ക്യാമ്പ് ചെയ്യാം എന്നൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴും ഈ കുട്ടികൾ മാത്രം സങ്കടപ്പെട്ടും വിഷമിച്ചൊക്കെ ഇരിക്കും. ഇതിനെ ബെഡ് എന്യൂറസിസ് അല്ലെങ്കിൽ നൊക്ടോണൽ എന്യൂറസിസ് എന്നാണ് വിളിക്കുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ സനീറ, ഹോമിയോപ്പതി കൺസൾട്ടൻ്റ് ആണ്. ബെഡ് എന്യൂറസിസ് എന്താണെന്ന് ഇന്ന് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു 2 വയസ്സ് വരെയാണ് കുട്ടികളുടെ ബ്ലാഡർ കൺട്രോൾ ഗ്രാജുവലി ഡെവലപ്പായി വരുന്നത്. ഒരു 5 വയസ്സാകുമ്പോഴേക്കും ആ ഒരു ഡെവലപ്മെൻറ്റ് പൂർണ്ണമായി വരണം. പക്ഷേ 5 വയസ്സിന് ശേഷം ചില കുട്ടികളിൽ രാത്രിയിൽ തുടർന്നും അറിയാതെ മൂത്രമൊഴിക്കുന്ന ഒരു ശീലം കണ്ടുവരാറുണ്ട്. 5 വയസ്സ് പ്രായം കഴിഞ്ഞ കുട്ടികളിൽ ഏകദേശം ഒരു 15 മുതൽ 20% പേരിലും ബെഡ് വെറ്റിംഗ് കണ്ടുവരാറുണ്ട്. ബെഡ് വെറ്റിങ്ങിൻ്റെ റീസൺസ് നമുക്ക് പ്രധാനപ്പെട്ട 3 അവയവങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് തലച്ചോറ്, മൂത്രാശയം, കിഡ്നീസ്. ബ്രെയിനാണ് കുട്ടികളുടെ ബ്ലാഡർ രാത്രിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ സിഗ്നൽ റിസീവ് ചെയ്തുകൊണ്ട് കുട്ടികളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താനുള്ള ആ ഒരു വേക്കപ്പ് സിഗ്നൽ അയക്കുന്നത്. ഈ ഒരു ചാനലിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ കുട്ടികളിൽ ബെഡ് വെറ്റിംഗ് വരാം. രണ്ടാമത് ബ്ലാഡറിൽ എന്തെങ്കിലും ഇഷ്യൂസ്, അതായത് ബ്ലാഡർ കൂടെ ചുരുങ്ങുക അല്ലെങ്കിൽ ബ്ലാഡറിൻ്റെ സൈസ് ചെറുതായിരിക്കുക. ചുരുങ്ങുക എന്ന് പറയുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ള കുട്ടികളിൽ, അതായത് മലബന്ധമുള്ള കുട്ടികളിലും കൂടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്ന കുട്ടികളിൽ, പിന്നെ എന്തെങ്കിലും വിരശല്യം കൊണ്ട് അത് മൂത്രനാളിയിൽ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന കുട്ടികളിലും രാത്രിയിൽ ബെഡ് വെറ്റിംഗ് വരാറുണ്ട്. പിന്നെ മൂന്നാമതായി വൃക്കകളുടെ പ്രവർത്തനം. രാത്രി കാലങ്ങളിൽ കൂടുതലായ അളവിൽ മൂത്രം ഉണ്ടാകാതിരിക്കാനും ശരീരത്തിലെ ജലാംശം നിലനിർത്താനും വേണ്ടി നമ്മുടെ ബ്രെയിനിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ADH ഹോർമോൺ. ഏതെങ്കിലും രീതിയിൽ ADH ഹോർമോൺ ശരിക്കും പ്രവർത്തിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറവാണെങ്കിലോ കിഡ്നി ക്രമാതീതമായി യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാനും അത് കാരണമായിട്ട് കുട്ടികളിലെ ബെഡ് വെറ്റിംഗ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നെ മറ്റു ചില കാരണങ്ങളാണ് ഏതെങ്കിലും രീതിയിലുള്ള ജനിതകമായ അസുഖങ്ങളുള്ള കുട്ടികൾ, പിന്നെ ചില കുട്ടികളിൽ അപൂർവമായിട്ട് ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന അസുഖങ്ങളുണ്ടെങ്കിൽ, പിന്നെ വിരശല്യമോ അഡിനോയിഡ്സോ അമിതവണ്ണം കാരണമോ രാത്രിയിൽ ഉറക്കം തടസ്സപ്പെടുന്ന സ്ലീപ്പ് അപ്നിയ പോലുള്ള അസുഖങ്ങളുള്ള കുട്ടികളിലും രാത്രിയിൽ കൂടെ ഈ ബെഡ് വെറ്റിംഗ് കൂടെ കാണാറുണ്ട്. പിന്നെ ബെഡ് എന്യൂറസിസ് 2 ടൈപ്പിലാണ് വരുന്നത്. പ്രൈമറി എന്യൂറസിസും സെക്കൻഡറി എന്യൂറസിസും. പ്രൈമറി എന്യൂറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇതുവരെ, അതായത് ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും രാത്രിയിൽ ബെഡിൽ മൂത്രം ഒഴിക്കുന്നുണ്ട്. ഇത് മിക്കവാറും ഏതെങ്കിലും ജനിതക വൈകല്യം കാരണമോ അല്ലെങ്കിൽ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും അസുഖം കാരണമോ, ചിലപ്പോൾ ഡയബറ്റിസ് മെലിറ്റസ് പോലുള്ള അസുഖം കാരണമോ ആയിരിക്കാം. പിന്നെ സെക്കൻഡറി എന്യൂറസിസ്. ഈ ഒരു കണ്ടീഷനിൽ കുട്ടി ഒരു 5 വയസ്സാവുന്നതോട് കൂടെ കുറച്ച് ദിവസങ്ങളിൽ ഒരു 6 മാസത്തോളമൊക്കെ ഡ്രൈ നൈറ്റ്സ്, രാത്രി മൂത്രം ഒഴിക്കാറില്ല, അങ്ങനെ ആയതാണ്. എന്നാൽ അതിനുശേഷം വീണ്ടും രണ്ടാമത് ബെഡിൽ മൂത്രം ഒഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ് രാത്രിയിൽ. ഇതിന് മിക്കവാറും എന്തെങ്കിലും ഇമോഷണൽ കാരണങ്ങളാണ് വരാറ്. അതായത് കുട്ടിയെ സ്കൂളിൽ ആരെങ്കിലും പണിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ, വീട്ടിലെപ്പോഴും മാതാപിതാക്കൾ അവഗണിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് രണ്ടാമതൊരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലെ പാരൻസ് എപ്പോഴും തർക്കമാണ്, വഴക്കാണ്, ഡിവോഴ്സോ, അല്ലെങ്കിൽ വീട്ടിൽ പ്രത്യേകിച്ച് അവർക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും മരണം, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ടെൻഷൻ അനുഭവിക്കുന്ന കുട്ടികളിലാണ് ഈ സെക്കൻഡറി എന്യൂറസിസ് കൂടുതലായി കണ്ടുവരുന്നത്. ബെഡ് വെറ്റിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റിന് മരുന്നിനേക്കാൾ ഏറെ ഒരു ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് ആണ് ആവശ്യം വരിക. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബെഡ് ടൈം റുട്ടീൻ നമ്മൾ കുട്ടിക്ക് കൊടുക്കണം. രാത്രി കിടക്കുന്നതിന് മുന്നേ മൂത്രം ഒഴിച്ചിട്ട് കിടക്കാൻ ശീലിപ്പിക്കുക. രാത്രി കിടക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ എങ്കിലും വെള്ളം കൊടുക്കുക. അല്ലാതെ അതിനുശേഷം വെള്ളം കുടിക്കാതിരിക്കുക. പാലൊക്കെ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് രാവിലെ കൊടുക്കാൻ നോക്കുക. പിന്നെ പൊതുവായി കെഫീൻ അടങ്ങിയിട്ടുള്ള ടീ, കോഫി, പെപ്സി, കോള ഇങ്ങനെയുള്ളതെല്ലാം കൺട്രോൾ ചെയ്യുക. കുട്ടിക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കുക. ഏതെങ്കിലും ദിവസങ്ങളിൽ അവർ മൂത്രം ഒഴിക്കാതെ ഡ്രൈ നൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകൾ, എൻകറേജ്മെൻ്റ് ഒക്കെ കൊടുക്കുക. ഒരിക്കലും അവരെ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് കളിയാക്കാനും വിഷമിപ്പിക്കാനും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഈ ഒരു നേച്ചർ അവരെ കൺട്രോളില്ലാത്തതാണ്, മറ്റു പല കാരണങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 5-6 വയസ്സിലൊക്കെ ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പക്ഷേ അതൊരു മുതിരുന്നതോടുകൂടി, അതൊരു 11 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഇതിനെ നേരത്തെ കണ്ടെത്തിക്കൊണ്ട് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ആ മാനസിക വളർച്ചയ്ക്കും, കാരണം അവരെ വല്ലാതെ പിൻവലിപ്പിക്കുന്ന ഒരു ശീലമാണ് ഈ കിടക്കയിലും രാത്രിയിലും അറിയാതെ മൂത്രമൊഴിച്ച് പോകുന്നത്. അപ്പോൾ അത് നേരത്തെ കണ്ടെത്തിക്കൊണ്ട് ചികിത്സ തുടരുക. വേറെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം വരാം. അതുവരെ താങ്ക് യു.